അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 6-ാം തിരുവചനം. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചു. ഈ പറഞ്ഞ തിരുവചനത്തിൻ്റെ സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ. ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന ലാസർ രോഗബാധിതനായി എന്ന് അറിഞ്ഞിട്ടും ഈശോ 2 ദിവസം കൂടി അവിടെ തന്നെ ചിലവഴിച്ചു എന്ന് കാണുന്നു. നമുക്കറിയാം, അത്തരത്തിൽ ഈശോ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ താമസിച്ചപ്പോൾ ലാസറിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കാൻ അത് കാരണമായി. ലാസർ മരണവിധേയനായി എങ്കിൽ പോലും കർത്താവ് ലാസറിനെ ഉയിർപ്പിക്കുന്നു. ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉയിർപ്പിച്ച ഏക മനുഷ്യനാണ് ലാസർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ, താമസിക്കുന്നല്ലോ എന്ന വിചാരം നമുക്കുണ്ടാകാം. അത്തരത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് താമസിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തോ വലിയ അത്ഭുതം ചെയ്യാൻ, വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ മനസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ കിട്ടിയേ മതിയാകൂ എന്ന് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിർബന്ധം പിടിക്കാതെ ക്ഷമാപൂർവം കർത്താവിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിരന്തരം വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിരന്തരം ഇടപെടുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ ഇടപെടലുകൾക്കായി ക്ഷമാപൂർവം കാത്തിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.